നമസ്കാരം ഫ്രണ്ട്സ്, ജേണി വിത്ത് ജസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ജസ്റ്റ് ജോസ്. നമ്മളിപ്പോൾ ഉള്ളത് വാൻകൂവർ ഡൗൺ ടൗണിലാണ്. അപ്പോൾ ഇവിടെയുള്ള ഗ്രാൻവിൽ ഐലൻഡിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇന്നത്തെ വീഡിയോ പോവുക. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുമെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർക്കുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ കാഴ്ചകൾ ഗ്രാൻവിൽ ഐലൻഡ്. നമ്മളങ്ങനെ ഗ്രാൻവിൽ ഐലൻഡിലോട്ടുള്ള യാത്രയാണ്. അപ്പം നമ്മളിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് സയൻസ് വേൾഡ് സ്റ്റേഷനാണ്. സ്കൈ ട്രെയിൻ വന്നിട്ടാണ് നമ്മളിവിടെ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങിയിട്ട് ഇത് ഈ സയൻസ് വേൾഡിൻ്റെ ഒരു വലിയ ബിൽഡിംഗ് ആണ് ആ കാണുന്നത്, ആ ഒരു ഗ്ലോബ് പോലുള്ള. നമ്മളിവിടുന്ന് വാക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ വെള്ളം കാണാൻ പറ്റും. നമ്മളിവിടെ നിൽക്കുമ്പം ഈ വാൻകൂവർ സിറ്റിയുടെ ഒരു കിടു വ്യൂ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ഇവിടെ ഇറങ്ങി കഴിയുമ്പോൾ തന്നെ നമ്മൾ ആ സിറ്റിയുടെ ഒരു ഫീൽ ഇല്ല. ഇതാ ഇങ്ങനെ നോക്കിക്കഴിയുമ്പോൾ അമ്പര ചുംബികളായ കെട്ടിടങ്ങളല്ലേ. ഇതാ സ്കൈ ട്രെയിൻ ഇങ്ങനെ താഴോട്ട് പോവാണ്. നമ്മൾ ഇവിടെ ഇങ്ങനെ വന്നു. സയൻസ് വേൾഡിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഇത് മൊത്തം അപ്പാർട്ട്മെൻറ്റ്സ് ആണ്, താമസിക്കാനുള്ള വീടുകളാണ് ഇതെല്ലാം. ഇവിടെ ചുറ്റും അതിങ്ങനെ കാണുന്നുണ്ട്. നമ്മൾ നേരെ ഗ്രാൻവിൽ ഐലൻഡിലേക്കുള്ള ഫെറി തപ്പിയുള്ള യാത്രയാണ്. വലിയ ദൂരമൊന്നുമില്ല കേട്ടോ, ഒരു 5 മിനിറ്റ് അത്രയൊക്കെയുള്ളൂ നടക്കാൻ. നമ്മളിപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ നമ്മുടെ മുന്നിൽ ചില ആൾക്കാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നല്ല പരിചയമുണ്ടവരെയൊക്കെ എനിക്കറിയില്ല കേട്ടോ. നമുക്ക് വേണേൽ ഇവരുടെ കൂടെ ഇരുന്ന് കഥയൊക്കെ പറയാം. ഞാൻ ഒന്ന് സംസാരിച്ച് നോക്കുന്നു കേട്ടോ. ഇതൊരു ഫോട്ടോ പോയിന്റ് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാം. നമ്മൾ പുറകെ കാണുന്നതാണ് ഫെറി സ്റ്റേഷൻ. അവിടെയാണ് ഫെറി സ്റ്റേഷൻ. അങ്ങോട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. കുറച്ച് ദൂരം കറങ്ങി അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെല്ലും. ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് സയൻസ് വേൾഡിൻ്റെ ഒരു കിഴക്കാച്ചി വ്യൂ ഉണ്ട്. ഇതാ ഇവിടെ നിന്ന് കണ്ടോ, നല്ല രസമാണ് ഒരു സയൻസ് വേൾഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ നിർമ്മിക്കണം അതിൻ്റെ ആ ഭംഗി. ചെറിയ ബോട്ടുണ്ട്. അല്ല, ഇതിന് നമുക്കൊരു സണ്ണി ഡേയിൽ ഈ ഒരു വാക്ക് തന്നെ വർത്ത് ചെയ്യണം. ഇതിനകത്തൂടെ ഇങ്ങനെ ഒന്ന് ചുറ്റി അടിച്ച് നടക്കുക. ഇത് ശരിക്കും ഈ തൂണുകളുടെ മണ്ടയിൽ കൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഹോട്ട് ഡോഗ് ചായയൊക്കെ ഉണ്ട് കേട്ടോ. ചായയൊക്കെ നമുക്ക് കിട്ടും. ചായക്കടയാണിത് കേട്ടോ. നമുക്ക് ഇന്ത്യൻ ചായയൊക്കെ ഇവിടെ കിട്ടും. നമുക്ക് അടിപൊളിയായിട്ട് അത് കുടിക്കാം. ഞാൻ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവം കാണിച്ചു തരാമേ. നമുക്ക് ഇവിടെ ആയിട്ടൊരു മാപ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഐഡിയ കിട്ടും. നമ്മളിപ്പോൾ ഇവിടെയാണ്. ഇതാണ് സയൻസ് വേൾഡ്. അപ്പോൾ ഇതാണ് ഫോൾസ് ക്രീക്ക് എന്ന് പറഞ്ഞത്. ഇതിനകത്തുള്ള ഫെറിയിലാണ് നമ്മൾ ഗ്രാൻവിൽ ഐലൻഡിലേക്ക് പോകുന്നത് കേട്ടോ. ഗ്രാൻവിൽ ഐലൻഡ് അവിടെ ഡൗൺ ടൗൺ വാൻകൂവറാണ് കാണുന്നത്. ആ മാപ്പിൽ നല്ലൊരു സണ്ണി ഡേ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ചിൽ ഫീൽ അല്ലേ. ആ ചില്ലായിട്ട് നമ്മളങ്ങ് മുന്നോട്ട് പോവാണ്. നമ്മളുടെ സ്റ്റേഷൻ എത്തി. ഇവിടെ നിന്നാണ് നമ്മൾ ഫെറി എടുത്തിട്ട് പോകേണ്ടത്. ദ വില്ലേജ് ഡോക്ക്. ഇതാണ് ഫോൾസ് ക്രീക്ക് ഫെറി സ്റ്റാർട്ട് ചെയ്യുന്നല്ലോ. അതിൻ്റെ ഒരു പോയിൻ്റാണ്. അപ്പോൾ ഇവിടെ പാസിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഡേ പാസ് എടുക്കാം, അതേപോലെ 1 സൈഡ് ട്രിപ്പ്, അങ്ങനെ ഒത്തിരി ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ വെബ്സൈറ്റ് ഡീറ്റെയിലൊക്കെ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അപ്പം ഇവിടെ വരണമെന്ന് ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ കയറി നോക്കാം. ഈ കാണുന്നതാണ് ഫെറി കേട്ടോ. ചെറിയൊരു ബോട്ടാണ്. നമുക്ക് ടിക്കറ്റ് ഓൺലൈൻ എടുക്കാം. അതേപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡ്രൈവറുടെ നമുക്ക് മേടിക്കാൻ പറ്റും. നമ്മൾ
കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കവറൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ കുറച്ച് സീറ്റുകളുണ്ട്. നമുക്കിവിടെ സീറ്റുകൾ മേടിക്കാം. ഇതാണ് ചെറിയ സീറ്റുകളാണ്, അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ ഡ്രൈവർ ആയിരുന്നു. അപ്പം ഇങ്ങനെ ഒരു ഫെറി എന്നൊക്കെ പറയുമ്പോൾ ഉള്ള വലിയ ഫെറിയുടെ ഫീലൊന്നുമില്ല, ഒരു ചെറിയ ബോട്ട് ഇങ്ങനെ ചെറിയ സ്പീഡിൽ അതിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇതാ ഇവിടെ തന്നെ മീറ്റർ സ്പീഡ് നമ്മൾ കാണുന്ന ഹൗസ് ബോട്ട് പോലത്തെ അതേപോലെ പാർട്ടി കൺവെൻഷനൊക്കെ നടത്താൻ പറ്റുന്ന ടൈപ്പ് ബോട്ടുകളാണ്. ഇപ്പോൾ കോൺഫറൻസ് ഹാളൊക്കെയാണ് അതിൻ്റെ ടോപ്പിലായിട്ട് കാണുന്നുണ്ട്. ആ ടോപ്പിലുള്ള കോൺഫറൻസ് ഹാളൊക്കെയാണ്. അതേപോലെ യാട്ട്, കുറേ യാട്ടുകൾ. ഗായത്രി ബോട്ടിലാണ് നമ്മളിപ്പോൾ കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ആൾക്കാർ കയറാൻ എന്താ ഇവിടെ ഇങ്ങനെ ലൈനപ്പാണ്. ഇതങ്ങനെ ഓടിക്കാനൊന്നും ആൾ വേണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇതിങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയാണ്. പുള്ളി അതിൻ്റെ ഇടയിൽ കഥയൊക്കെ പറയുന്നുണ്ട്. സ്ലോയിലാണ് പോകുന്നത് കേട്ടോ. സ്പീഡൊക്കെ കുറച്ച് നമ്മൾ സിറ്റിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് തന്നെ പോകാൻ പറ്റുന്നുണ്ട്. ഈ ബോട്ടിൽ നിന്ന് ഈ ചേട്ടൻ നമുക്കൊരു റൂട്ട് തന്നിട്ടുണ്ട്. നമുക്കത് മൊത്തം 8 സ്റ്റോപ്പാണ്. അതായത് ഈ താഴെ കാണുന്നുണ്ടോ, ഈ 1, 2, 3, 4, 5, 6, 7 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മളിപ്പം ഇതിനകത്ത് 6ാമത്തെ സ്റ്റോപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. 6ാമത്തെ ഡോക്കിൽ നിന്നാണ് നമ്മളിപ്പം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതാണ് കവർ ചെയ്യാനുള്ളത്. നമ്മളിപ്പം കൊടുത്തത് $16 ഡേ പാസ്. $16 എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ എല്ലാ സ്റ്റോപ്പിലും നമുക്ക് ഇറങ്ങി എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്രൂ മെമ്പേഴ്സൊക്കെയാണ്. അപ്പോൾ അവർ നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ എല്ലാം പറഞ്ഞൊക്കെ തരുന്നുണ്ട്. ഞാനാണ് തന്നെ ഈ സിറ്റി ഇങ്ങനെ കാണുമ്പോൾ ഇത് ഏത് സ്ഥലമാണെന്ന് മാത്രം പെട്ടെന്ന് മനസ്സിലാകുന്നില്ല. നമ്മളിങ്ങനെ ഈ വെള്ളത്തിൽ കൂടെയുള്ള വ്യൂ ഒന്നും ഐഡിയ ഇല്ല. അവർ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ വന്ന് ബോട്ട് അങ്ങനെ ഇടയ്ക്ക് നിന്നുപോയി കേട്ടോ. വീണ്ടും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ആ ചേട്ടൻ എടുക്കുകയാണ്. വീണ്ടും വന്നു കേട്ടോ. എന്താണെന്നറിയില്ല, എന്നാലും നമുക്ക് കുഴപ്പമില്ല. വെള്ളത്തിൽ നൽകിയ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാം, അതുകൊണ്ട് കുഴപ്പമില്ല. ചേട്ടൻ പറയുന്ന അടിയുമല്ല, മീനൊക്കെ കുടുങ്ങിയെന്ന സംശയം. അറിയത്തില്ല കേട്ടോ എന്താണ്. Hey guys, give me a sec. Fortunately, we're right by our back dock, so I'm just going to go in here and see what's going on. അപ്പം നമ്മൾ ഇനിയിപ്പം ഇത് ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇതിനു വേണ്ടി ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഇതിൻ്റെ യാർഡുണ്ട്. അങ്ങോട്ട് പോകാനുള്ള ശ്രമമാണ്. ഫോണായി വീണ്ടും ഇങ്ങനെ ഓഫ് ആവുന്നുണ്ട്. ഇങ്ങനെ ആടി ഒലഞ്ഞൊക്കെയാണ് ഇങ്ങനെ പോകുന്നത്. This is the exciting part of the trip for you guys. Thankfully, we're right here, so. ബോട്ടൊക്കെ യാർഡ്, അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്കൊക്കെ ശരിയാക്കി ഫ്യൂവലൊക്കെ ഫില്ല് ചെയ്യണേ. അപ്പോൾ നമ്മളിതാ വേറെ ബോട്ട് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് നമ്മുടെ ബോട്ടിന് എന്താ പ്രശ്നം എന്നുള്ളത് നോക്കും. ബോട്ട് മാറാൻ പോവുകയാണ് കേട്ടോ. നമ്മൾ ഈ ബോട്ടിൽ നിന്ന് അടുത്തൊരു ബോട്ടിലോട്ട് മാറുകയാണ്. എന്തോ പ്രശ്നമാണ് അതിൻ്റെ എഞ്ചിന്. എന്തായാലും കുഴപ്പമില്ല. നമ്മൾ അടുത്തൊരു ബോട്ടിലോട്ട് ഇതാ ബോട്ടിലോട്ട് കയറാൻ പോവുകയാണ്. ഇതാ ബോട്ട് യാത്ര വീണ്ടും മുന്നോട്ട് പോവുകയാണ്.
സ്പൈ ഗ്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പൈ ഗ്ലാസ്സിൽ 2 പേര് ഇറങ്ങാണ്ടായിരുന്നു, അവരിറങ്ങി. നമ്മളിപ്പോൾ അടുത്ത് പോകുന്നതാണ് ഏൽ ടൗൺ. വാൻകൂവർ സിറ്റിയുടെ തന്നെ ഒരു മെയിൻ ഭാഗമാണിത്. ഏൽ ടൗണിൽ അവിടെ നമുക്കൊരു ഡോക്ടറുണ്ട്, അവിടെ നിന്ന് ആൾക്കാർക്ക് കയറാൻ പറ്റും. Yale Town. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് പോകുന്ന പ്ലാസ ഓഫ് നേഷൻസ് ആ സ്റ്റോപ്പാണ്. അല്ല ഈ തൊട്ടടുത്തടുത്ത് തന്നെയാണ്. പക്ഷേ നമ്മൾ പേരൊക്കെ പറയുമ്പോൾ നമ്മളവർക്ക് ഒത്തിരി ദൂരത്തിലാണ്. നമ്മളങ്ങനെ ഈ ബോട്ടിൽ നിന്ന് ഇവിടെ ഇറങ്ങാൻ പോവാണ്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് പ്ലാസ ഓഫ് നേഷൻ എന്നാണ്. വാൻകൂവർ സ്റ്റേഡിയമാണ് ആ കാണുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഇറങ്ങും, എന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണും, എന്നിട്ട് അടുത്ത ബോട്ടിൽ കയറി അടുത്ത സ്ഥലത്ത്. Thank you. Yeah, watch your step. Have a good one, guys. Yeah, we'll thank see you. in a bit. Alrighty. അപ്പം നമ്മൾ ഇതാ വിട്ടിട്ട് ആ ചേട്ടൻ ബോട്ട് ഇങ്ങനെ തെള്ളി മാറ്റണം കേട്ടോ. തെള്ളി മാറ്റിയ ശേഷം അവരിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകും. സൈഡിലൊരു ഗ്ലാസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഇനിയും മാസ്ക് എടുക്കാറൊന്നുമില്ല. അങ്ങനെ നമ്മളിതാ പ്ലാസ ഓഫ് നേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സ്റ്റോപ്പിലെത്തി. നമ്മളെ കൊണ്ടുപോയിട്ട ബോട്ട് ഇതാ അങ്ങനെ മന്ദം അടുത്ത സ്റ്റോപ്പിലോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ പോയിട്ട് ഈ സ്റ്റോപ്പിലെ കാഴ്ചകളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം എന്താണെന്നുള്ളത്. നമുക്ക് ഈ സ്റ്റേഡിയത്തിന് മുന്നിലെ ഫ്ലാഗ് പോൾസ് ആണ്. നമ്മുടെ ഈ സ്റ്റേഡിയത്തിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇത് കവേർഡാണ്. ഇതാ ഈ കാണുന്ന സ്ട്രിങ്ങിലാണ് അതിൻ്റെ കവറ്. അപ്പം അവർക്ക് ഇപ്പം സണ്ണി ആയിട്ടുള്ള ഡേറ്റിലാണെങ്കിൽ അവരത് ഓപ്പൺ ചെയ്യും. ഇപ്പം മഴയൊക്കെ ആണെങ്കിലും ഇവിടെ ഗെയിമൊക്കെ നടക്കും, നമ്മൾ ക്ലോസ് ചെയ്യും. അപ്പം അതിൻ്റെ ആ ഒരു സ്ട്രിങ് ആ ഏറ്റവും മണ്ടയിലുള്ളത് അതിൻ്റെ കവറിൻ്റെയാണ്. ഈ പ്ലാസ ഓഫ് നേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സ്റ്റേഡിയം എന്ന് പറഞ്ഞത്. പക്ഷേ സ്റ്റേഡിയത്തിനകത്ത് നമുക്ക് കയറാൻ പറ്റില്ല. ഗെയിംസൊക്കെ ഉള്ള ദിവസമാണ് നമുക്ക് അകത്ത് കയറാൻ പറ്റുക. പക്ഷേ നമ്മൾ ഇതിൻ്റെ ചുറ്റുവട്ടമൊക്കെ നമ്മളിങ്ങനെ നടന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇവിടുന്ന് ചെറിയ ഈ നടക്കുന്ന ആൾക്കാരുടെ കൂടെ നമ്മൾ അടുത്ത ഫെറി ഡോക്കിലേക്ക് പോവാണ്. ഈ തറയിലുള്ള മാർക്കിംഗ് ഒക്കെ നോക്കി വേണം നടക്കാൻ കേട്ടോ. ഇത് സൈക്കിളിൽ പോകുന്ന വഴിയാണ്, ഇത് ആൾക്കാർ പോകുന്ന വഴിയാണ്. അപ്പോൾ അപ്പുറത്ത് കയറി നടന്നു കഴിഞ്ഞാൽ പണി കിട്ടും. അതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ ഇങ്ങനെ നടന്നു പോവാണ്. ഈ ബുറാഡ് ബ്രിഡ്ജിൻ്റെ മണ്ടയ്ക്ക് കൂടെ നമുക്ക് നടക്കാൻ പറ്റും കേട്ടോ. ഈ താഴെ കൂടെ നടന്നു പോകുന്ന ആൾക്കാരൊക്കെ കറങ്ങി അതിലേക്ക് കയറാമെന്നുണ്ട്. നമ്മൾ പ്ലാസ ഓഫ് നേഷനിലാണ് മുമ്പേ വന്ന് ഇറങ്ങി. എന്നിട്ട് നമ്മൾ ഈ ഏൽ ടൗൺ ഒക്കെ കറങ്ങി വന്ന് നമ്മളിപ്പോൾ ഇതാ ഏൽ ടൗൺ ഡോക്കിലേക്ക് പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ വന്ന ഈ ഫെറിയിൽ നിറച്ച് ആളുകൾ കേട്ടോ. സീറ്റൊക്കെ ഫുള്ളാണ്. നമ്മളിങ്ങനെ സ്റ്റാൻഡിങ്ങിലാണ്.
കാഴ്ചകളോട്ട് വന്നിരിക്കുകയാണ്. ഇതാണ് സ്റ്റാമ്പ്സ് ലാൻഡിംഗ് ഡോക്ക്. നമ്മളിതാ അങ്ങനെ അടുത്തൊരു സ്റ്റോപ്പിലെത്തി. ഇതാണ് ഡേവിഡ് ലാം ഡോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോപ്പാണ്. ഇവിടെ കുറേ ആൾക്കാർ കയറാറുണ്ട്. കയറും തോന്നുന്നതിനകത്താണ് 6 പേരെ കയറ്റാമെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. 6 പേര് 2 ലൈനിലോട്ട് ഇപ്പോൾ കയറും. വണ്ടിയിലെ ഡ്രൈവറും കിളിയൊക്കെ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. അത് മാക്സിമം ആളുകളെ കയറ്റിക്കൊണ്ടാണ് പോകുന്നത്. ഈ ആൾക്കാർക്ക് ഇപ്പോൾ ഇന്നിപ്പം നല്ല തിരക്കുള്ളൊരു ദിവസം, അതുകൊണ്ടാണ്. $16 വർത്താണ്. ഇത്രയും നമുക്ക് കറങ്ങിയൊക്കെ കാണാൻ പറ്റും. പിന്നെ ഒരു ദിവസം ഫുള്ള് നമുക്ക് അതോടിങ്ങനെ മാറി കയറി. ഇവിടെ ഹൗസ് ബോട്ട് എന്നൊക്കെ പറയുന്ന പോലെയാണ്. ഇത് വാട്ടർ ഹൗസുകളാണ്. വെള്ളത്തിൽ ഇങ്ങനെ താമസിക്കാനുള്ള സൗകര്യമുണ്ട് നമുക്ക്. അവരുടെ ബെഡ്റൂം ലിവിംഗ് റൂമൊക്കെ നമുക്ക് ഇവിടെ നോക്കി കാണാൻ പറ്റും. ഈ വീടുകളുടെയൊക്കെ നല്ല ഓരോ വീടുകളായിട്ടോ, വാട്ടർ ഹൗസുകളാണ് അതൊക്കെ നമ്മുടെ മുന്നിൽ കാണുന്നത്. അതിനെ ഒരു വെള്ളത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കഴിയുന്ന വീടുകൾ എന്ന് വേണേൽ നമുക്ക് പറയാം അല്ലേ. Okay, welcome to Granville Thank you. Island. നമ്മളങ്ങനെ ഗ്രാൻവിൽ ഐലൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഈ ബോട്ടിൻ്റെ അടിവശം കേട്ടോ. അതേപോലെ ബോട്ടുകൾ വെച്ചിട്ട് നമ്മൾ വന്ന ബോട്ടും അങ്ങനെയൊക്കെ തന്നെയാണ്. അത്യാവശ്യം നല്ല തിരക്ക് കേട്ടോ. കാരണം തിരിച്ചു പോകാനുള്ള ആൾക്കാരാണ്. നമ്മൾ നടന്ന് ഇവിടെ വരുമ്പോൾ നമുക്ക് വ്യൂ ഉണ്ട്. ഒരു ഏകദേശം വ്യൂ നമുക്ക് വീട്ടിൽ കിട്ടും. ഇതൊക്കെയാണ് ഇവിടെയുള്ള ഷോപ്പുകൾ. ശരിക്കും ഈ ബ്രിഡ്ജിന് അടിയിലായിട്ട് തന്നെയാണ് ഇത് ഷോപ്പുകളൊക്കെ വെച്ചിരിക്കുന്നത്. നമുക്കിനി മുന്നോട്ട് പോകാം. കയറി വരുമ്പോൾ തന്നെ നമുക്ക് റെസ്റ്റോറൻറ്റ്സ്, അതേപോലെ തന്നെ പബ്ബ്, സ്റ്റീക്ക് ഹൗസ് ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ലൈനപ്പാണ്. നമുക്ക് ആദ്യം അകത്ത് കയറി കുറച്ച് സ്റ്റോറൊക്കെ കാണാം, എന്നിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. ദൂരത്തായിട്ട് കാണുന്നൊരു സ്റ്റാർ കണ്ടോ, അതാണ് ഈ ഗ്രാൻവിൽ ഐലൻഡിൻ്റെ ഒരു ഐക്കോണിക് സിമ്പിളാണ്. അത് ഫോട്ടോ വെച്ചിട്ടാണ് ഗ്രാൻവിൽ ഐലൻഡിൻ്റെ മിക്കവാറും ഫ്ലെയറും വീഡിയോ ഒക്കെ വരിക. നമുക്ക് അവിടെ പോകണം. സിറ്റി സ്ക്വയറിലൊക്കെ കാണത്തില്ലേ ഒരു പെർഫോമൻസും, അതേപോലെ തന്നെ ആൾക്കാരൊക്കെ ഇങ്ങനെ വട്ടം കൂടി, അതേ ഒരു ഫീൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് കേട്ടോ. പെർഫോമൻസ് കഴിഞ്ഞ് പോകുന്നുണ്ട്. നമുക്കിത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ബ്യൂട്ടിഫുൾ വ്യൂകളിൽ നിന്ന് ചെറിയ ഫുഡൊക്കെ കഴിച്ച് ഇതൊക്കെ ആസ്വദിക്കാം. നമുക്കിനി അകത്ത് ഗ്രാൻവിൽ ഐലൻഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രാൻവിൽ മാർക്കറ്റാണ്. അപ്പോൾ നമുക്ക് അകത്ത് പോയിട്ട് ആ കാഴ്ചകളൊന്ന് കാണാം, മാർക്കറ്റ് എന്താണ്, എന്നിട്ട് നമുക്ക് തിരിച്ചു വിടാം. മാർക്കറ്റിന് അകത്ത് വന്നിരിക്കുക കേട്ടോ. ഇത് വന്നപ്പോൾ നല്ല ഫുഡിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. ഏത് വഴിക്കാണ് പോകേണ്ടതെന്നൊരു കൺഫ്യൂഷൻ. നിറച്ചും ആൾ, ആ സൈഡും ആൾ, ഈ സൈഡും ആൾ. അതൊരു സൈഡ് വഴി കാഴ്ച കൊണ്ട് പോകാം. നമ്മളിതാ ഈ വന്നിരിക്കുന്നത് ഒരു ബ്രെഡ് ബണ്ണൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഷോപ്പാണ്. വെറൈറ്റി ടൈപ്പ്. ഇത്രയും
ഷോപ്പ് കേട്ടോ. This is BC. ഇതാ നമുക്ക് BC. എല്ലാ ടൈപ്പ് ചീസും ഇത് മീറ്റ് ഷോപ്പ് ഇതാ എൻ്റെ മണ്ടയിലൊക്കെ ഉണ്ടോ അടിപൊളിയായിട്ടല്ലേ മീറ്റ് ഷോപ്പ്. അങ്ങനെ നമുക്ക് മീറ്റ് മാത്രമല്ല കേട്ടോ, ഇവിടെ നല്ല ഇതാ സീ ഫുഡ്സ് കിട്ടുന്ന കടയുണ്ട്. ഇത് ബീഡ്സുകളുടെ ഒരു അടിപൊളി സ്റ്റോറാണ്. എല്ലാ ടൈപ്പിലുള്ള ബീഡ്സും ഉണ്ട്. നമ്മൾ ചെറിയ സൈസിലെ ഒരു കളറിൻ്റെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ചെറുതും വലുതും പല പല ഡിസൈനിൽ ഇതുണ്ട്. ഇതൊക്കെ ഈ വെറൈറ്റി ആയിട്ടോ. അങ്ങനെ ഒത്തിരി എല്ലാത്തിൻ്റെയും പ്രൈസിലുണ്ട്. 45 cents. ഇതൊക്കെ ഡബിൾ കളറിലുള്ളതാണ് കേട്ടോ. ഇവിടെ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള റിങ് കണ്ടു കേട്ടോ. അപ്പോൾ അത് മോഡ് റിങ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ ഇതനുസരിച്ചിട്ട് ആ കളർ മാറും, ഓരോരുത്തരുടെ മൂഡ് അനുസരിച്ച് കളർ മാറും. അപ്പം നമ്മളിപ്പോൾ ഇതിനകത്ത് ഒരു മോതിരം എടുത്തിട്ട് ഞാൻ കാണിക്കാം. നമ്മൾ ഈ മോതിരം എടുത്തിട്ട് നമ്മുടെ കയ്യിൽ ഇട്ട് നോക്കണം. അപ്പോൾ ഞാൻ ഇതിൽ ഇട്ടു, ഇതിൻ്റെ കളർ മാറും നമുക്ക് നോക്കാം. ഇതാ എൻ്റെ ഈ കളറൊക്കെ തന്നെയാണ്. ഈ കളർ പറയുമ്പം ഇതാ ഇവിടെ കാണിക്കുന്ന നോർമലാണ്. അപ്പോൾ ചിലർക്കൊക്കെ ആണെങ്കിൽ കളർക്ക് ഒത്തിരി മാറും, ബ്ലൂ കളറിലോട്ട് മാറും. മോതിരം എടുക്കാമേ. ഇതാണ് മോതിരം. അപ്പോൾ ഇത് നമ്മൾ രജനിയുടെ കയ്യിലിട്ട് നോക്കാം, അതിൻ്റെ കളർ എങ്ങനെ മാറുന്നതെന്ന് നോക്കാം. ഇതാ ഞാൻ കയ്യിലേക്ക് ഇടുമ്പോൾ ഇതുണ്ട് കളർ മാറുന്നത് കണ്ടോ. കളർ അതായത് ബോഡി തൊട്ടപ്പത്തിന് കളർ മാറി. ഞാൻ വേറെ ഒരെണ്ണം കൂടെ കാണിക്കാം. ഇതാ എടുക്കുമ്പോൾ ഇതാ ഈ കളറാണ്. ഞാനിപ്പോൾ ഈ വിരലിലോട്ട് ഇടാൻ പോവാണ്. കളർ മാറിയിട്ടാ, അതായത് ആ കളർ ബ്ലൂ ആണ്. വെരി ഹാപ്പി ആയിട്ടുള്ള ആൾക്കാർക്കാണ് ആ കളർ ഇതാണോ, വെരി ഹാപ്പി ആയിട്ടുള്ള ആ കളറ്. എൻ്റെ ഒന്ന് നോർമൽ കളർ ഇതാ ഈ നോർമൽ ഈ കളറിലാണ് വന്നത്. അപ്പോൾ അങ്ങനെ കളർ മാറുന്ന ഒരു മാജിക് റിംഗ് ആണത്. കൊള്ളാം അല്ലേ? ചെറിയ ബീഡ്സ് ആണ്. നമ്മളിതാ ഇങ്ങനെ ഒരു മാലയായിട്ടൊക്കെ ഞാൻ കാണിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. ഇങ്ങനെയുള്ള ബീഡ്സ് ആണ്. ഇത് കുറേ കളറുണ്ട്. ഇവിടെ കണ്ടോ, പിന്നെ നോക്കത്താ ദൂരത്ത് ഇങ്ങനെ കളറുകളുണ്ട്. നമ്മളിങ്ങനെ കണ്ടാലും തീരത്തില്ല, അതുപോലെ ഇങ്ങനെ ദൂരത്ത് വരെയുണ്ടത്. അപ്പോൾ അങ്ങനെ എല്ലാ കളറുള്ള ബീഡ്സ് നമുക്ക് കിട്ടും.
അത്രമാത്രം കളർഫുള്ളായിട്ട് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മീറ്റ് റോള് പോലൊക്കെ തോന്നുന്ന ഫ്രൂട്ട്സും വെജും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം സമൂസ റോൾ പോലെയൊക്കെയുള്ള ഉണ്ട്, സമൂസയുടെ മസാല മിക്സ് ചെയ്ത് റോളുണ്ട്, അങ്ങനെ വെറൈറ്റി കണ്ടു കഴിഞ്ഞിട്ട് ഇതൊരു ബനാന ഫ്രൈ പോലൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ബനാന ഫ്രൈ എന്ന് പറയുന്നത് പൊട്ടറ്റോ ആണ്, പൊട്ടറ്റോ ഫ്രൈ ആണ്. അതേപോലെ തന്നെ ചീസ് ബ്രെഡ്. നമ്മളങ്ങനെ ഒരു പൈ മേടിക്കാനുള്ള ലൈനപ്പാണ് കേട്ടോ. ഇങ്ങനെ വെയിറ്റ് ചെയ്യണം, ഏകദേശമൊക്കെ എടുക്കാറായി. നമ്മളങ്ങനെ സൗർ ചിക്കൻ മേടിച്ചു. അപ്പം ചിക്കൻ പൈ ആണ്, അപ്പോൾ അത് വെളിച്ച് തന്നെ നമുക്ക് കഴിച്ചു നോക്കാം. ഇനി നമുക്കൊരു സൂപ്പ് കൂടെ ഓർഡർ ചെയ്യണം. നമ്മളങ്ങനെ ഒരു ചിക്കൻ സൂപ്പ്, മെക്സിക്കൻ സൂപ്പ് മേടിച്ചു. അതിൻ്റെ കൂടെ ബ്രെഡൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി വെളിയിൽ പോയിട്ട് കഴിക്കാം. നമ്മളിവിടെ വന്നിരുന്ന് കഴിയുമ്പം സൺലൈറ്റ് ഇതാ അവിടെ ഇങ്ങനെ ബ്രൈറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ആ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സൺലൈറ്റ് കൂടി വരുന്നുണ്ട്. അപ്പോൾ സൂര്യൻ വീണ്ടും മേഘങ്ങൾക്കിടയിൽ നിന്ന് തിരിച്ചു വന്നു. നമുക്കിവിടെ അതിമനോഹരമായ ഗാനങ്ങളൊക്കെ പാടിക്കൊണ്ട് അവിടെ ചേർന്നിരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ട് നമുക്ക് ചെറുകെ ഈ ചിക്കൻ പൈലങ്ങ് പരിപാടി തുടങ്ങാം അല്ലേ. കഴിക്കുമ്പോൾ എന്താ ഫീൽ എന്നറിയാം, നമ്മുടെ ഈ വിനാഗിരിയും സ്പിരിറ്റൊക്കെ ഇല്ലേ, അതിനകത്തൊക്കെ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ടിരിക്കുന്ന വെജിറ്റബിൾ ആ ഒരു ഫീലാണ്. സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കള്ളിൻ്റെ ആ ഒരു ഫീലാണ് കിട്ടുന്നത്. ഈ വെജിറ്റബിൾ തന്നെ കഴിക്കുമ്പം അടിപൊളി. നമുക്ക് ഇതിനെ പൊട്ടിക്കാം കേട്ടോ. ഞാനിതാ സൈഡിൽ നിന്ന് ക്രീമി ചിക്കൻ ഇങ്ങനെ സ്റ്റൂ കഴിയില്ലേ, ആ ഒരു ഫീലാണ് കയറി വരുന്നത് കേട്ടോ. സാധനം പൊളി. അങ്ങനെ സ്പൂണൊക്കെ വെച്ച് കഴിക്കാം. ഇത് കേട്ടോ, പിന്നെ നല്ല ക്രീമി ആയിട്ട് വന്ന സാധനം, ഇങ്ങനെ ആവി പറക്കുന്ന നല്ല ക്രീമി ചിക്കൻ. ഇത് കേട്ടോ, ഇതാണ് അടിപൊളി കേട്ടോ. ഞാൻ ഓർത്തു ഇവിടെ വന്നപ്പോൾ എല്ലാവരും ഇതിങ്ങനെ കഴിക്കുന്ന കണ്ടു, എന്താ ഇതിന് മാത്രം ഇത്ര പ്രത്യേക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. സാധനം അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി. നമുക്ക് ഈ ഫുഡ് കഴിക്കുമ്പോൾ ഉള്ള ടേസ്റ്റിനേക്കാൾ ഉപരി ഈ വ്യൂ ആയിട്ടോ. ഇതാ ബുരാട്ട് ബീച്ച്, അതേപോലെ ഇങ്ങനെ നമ്മുടെ ഈ ചെറിയ ബോട്ടുകൾ ഇങ്ങനെ ഇതിനകത്തൂടെ പോകുന്നു. പിന്നെ ആംബിയൻസ് ആയിട്ട് ആ മ്യൂസിക്, അത് നല്ല ഒരു കിടു ഫീലാണ്. നമ്മൾ ഈ ക്രീമി ചിക്കൻ നോക്കിയാൽ മുമ്പേ പറഞ്ഞു, ചിക്കൻ ഇതാ അതിനകത്ത് ഇങ്ങനെ പീസ് ഉണ്ട് കേട്ടോ. നല്ല ഈ ക്രീമിയൊക്കെ ആണെങ്കിലും നല്ല വെൽ കുക്ക്ഡ് കേട്ടോ. ചിക്കനൊക്കെ നല്ല വൈൽഡ് അതിന് അലിന്ന് പോവും, അത്രമാത്രം ടേസ്റ്റ് ഉണ്ട്. നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട് അവർ. അതുകൊണ്ട് ഇങ്ങനെയാണ് അതിനകത്ത് മണ്ടേല പയ്യൊക്കെ ഉണ്ടെങ്കിലും അകത്ത് ഇങ്ങനെ അപ്പോൾ എന്തായാലും
ഈ ഗ്രാൻഡ് ഐലൻഡിൽ ആരെങ്കിലും വരുവാന്നുണ്ട് മസ്റ്റ് ട്രൈ ചെയ്യേണ്ടതാണ് നമ്മുടെ ഈ പൈ, ചിക്കൻ പൈ. അപ്പം ഞാനത് പെട്ടെന്ന് കഴിച്ചു തീർക്കാം. ഇനി നമുക്ക് സൂപ്പ് ഓർഡറിട്ടുണ്ട്, അത് കഴിക്കണം. നമ്മുടെ ചിക്കൻ സൂപ്പ് കുറേ നാപ്കിനൊക്കെ തന്നിട്ടുണ്ട്. ഇതായി ക്യാനകത്താണ് സൂപ്പ്. പിന്നെ നമുക്ക് ബ്രെഡ് ഉണ്ട്, സ്പൂണും ഒക്കെ ഈ സൈഡിൽ തന്നിട്ടുണ്ട്. അങ്ങനെ ഇങ്ങോട്ട് പൊട്ടിച്ച് നമ്മൾ എടുക്കുകയാണ്. നല്ല ചൂട് പറക്കുന്ന ചിക്കൻ സൂപ്പ്. നമ്മൾ ഈ ചിക്കൻ സൂപ്പിനെ ഇങ്ങനെ എടുത്തു. അടിപൊളി. വെജിറ്റബിളിൻ്റെ ആ സ്മെല്ലുണ്ട്. ഫ്രഷ് വെജിറ്റബിൾ കട്ട് ചെയ്ത് അതിനകത്ത് ഇട്ടിരിക്കുന്നതാണ്. പിന്നെ ചിക്കൻ്റെ ആ ടേസ്റ്റ് ഒബ്വിയസ്ലി അതുണ്ട് അതിനകത്ത്. നമുക്കിനി ചെറിയ സ്പൂണൊക്കെ എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അല്ലേ. മിക്സ് ചെയ്തെടുത്തു. ഇങ്ങനെ ഒരു സ്പൂൺ. നിങ്ങൾ കഴിച്ചല്ലോ, ഇതാ കഴിച്ചു. എന്നിട്ട് ഞാൻ കഴിക്കാൻ പോവാണ്. അത്ര വലിയ ഗുമ്മൊന്നും പറയാൻ ഫീൽ ചെയ്യുന്നില്ല. ഒരു നല്ലൊരു ചിക്കൻ സൂപ്പ്, വെജിറ്റബിളൊക്കെ മിക്സ് ചെയ്തിട്ട് ഫ്ലേവർ ഒന്നും അങ്ങനെ ഒരു മസാല, ഒരു എരിവോ ഉപ്പോ അല്ല അങ്ങനെയൊന്നും വലുതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. സാധാരണ നമുക്ക് അവരിതിൻ്റെ കൂടെ പെപ്പറും സോൾട്ടും ഒക്കെ തരുന്നതാവും, തന്നിട്ടില്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്കിനി ബ്രെഡോട് കൂട്ടി കഴിച്ചു നോക്കാം. അപ്പോഴായിരിക്കും ചിലപ്പോൾ ആ ടേസ്റ്റ് വരിക. ഒരു ഗാർലിക് ബ്രെഡാണ്, സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് ഡിപ്പ് ചെയ്തെടുക്കാം. നമ്മൾ ഇതിന് കൂടെ കഴിച്ചപ്പോൾ വേറൊരു ഫീലിംഗ് ഉണ്ട് കേട്ടോ. ആ ഗാർലിക്, ബട്ടർ ഗാർലിക് പോലെയാണ് അതിൻ്റെ ആ ഒരു ബ്രെഡിൻ്റെ ടേസ്റ്റ്. അതും ഇതുകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ല ഒരു ഫീലുണ്ട്. അതിവരും ഒരു സാധാ സൂപ്പ് പോലൊക്കെ എനിക്ക് തോന്നി. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും കഴിക്കേണ്ടത്, നമുക്കറിയില്ല. എടുക്കാം. കൊള്ളാം കേട്ടോ. നമ്മളിവിടെ കഴിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇതാ ഇവിടെ ബോട്ടിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ബോട്ടിൽ വന്ന് ആളിനെ ഇറക്കുന്നു, ആളിനെ കയറ്റുന്നു. ആൾക്കാരിവിടെ വന്നുകൊണ്ടേ ഇരിക്കുക. നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഇവിടുത്തെ ഫസ്റ്റ് നേഷൻസ് വന്നിട്ട് മീനൊക്കെ പിടിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. അവരുടെ കയ്യിലായിരുന്നു. അതിനുശേഷമാണ് ഓരോ വിദേശികൾ ഇവിടെ വന്നു. അപ്പോൾ അവരിവിടെ വന്ന് ഓരോ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് ഇവിടെ ഒരു 1940 സമയത്ത് ഇവിടെ ഒരു റോപ്പ്, അത് വയർ റോപ്പ് എന്നൊരു സാധനം ഇവിടെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ വലിയൊരു ഫാക്ടറി ഒക്കെ ആയിരുന്നു ഇവിടെ. അപ്പോൾ അത് കത്തിപ്പോയി 1956. അതിനുശേഷം ഇവിടുന്ന് അത് മാറിപ്പോയി. പിന്നെ ഈ സ്ഥലം ഇങ്ങനെ കിടക്കുകയായിരുന്നു. അതിനുശേഷം ഒരു 1970 ആണ് എൻ്റെ ഓർമ്മ. ആ സമയത്താണ് ഇവിടെ ഈ പറയുന്ന പോലെ തന്നെ ഗ്രാൻഡ് മാർക്കറ്റ് ആയത്. പിന്നെ നമുക്ക് 1982 നമുക്ക് ഈ കാണുന്ന ചെറിയ ഫെറി ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കാലഘട്ടത്തിൽ അതിങ്ങനെ മാറി മാറി ഈ രൂപത്തിൽ വന്നതാണ്. ശരിക്കും ഇപ്പോൾ അത് എന്തൊരു അല്ലേ, എന്തുമാത്രം ആൾക്കാർ വന്ന് ആസ്വദിക്കുന്ന ഒരു സ്ഥലമായിട്ട് സിറ്റിയുടെ നടുവിൽ. ശരിക്കും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ വാൻകൂവർ സിറ്റിയുടെ ഉള്ളിലെ ഹാർട്ട് പോയിന്റിലാണ് നമ്മൾ ഈ ഗ്രാൻഡ് ഐലൻഡ്. അവിടെ നിന്നിട്ടാണ് നമ്മൾ ഈ കാഴ്ചകളൊക്കെ ആസ്വദിക്കുന്നത്. ഇപ്പോൾ രസകരമായ ഒരു പരിപാടിയാണിത്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വൺ ഡേ നമുക്ക് പോകുന്ന അറിയില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഗ്രാൻവിൽ ഐലൻഡിൻ്റെ കാഴ്ചകൾ ഇവിടെ തീരുകയാണ്. അപ്പോൾ ഈ കുഞ്ഞു ബോട്ട് യാത്രയും ഈ ഐലൻഡും ഇവിടുത്തെ മാർക്കറ്റും കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മൾ ഉടനെ തന്നെ മറ്റൊരു വീഡിയോയിൽ കാണുകയാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ, സ്റ്റേ സേഫ്.